അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു റോഡിൻ്റെ അവസ്ഥ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാരെയും ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ആരെയും കുറ്റപ്പെടുത്തിയോ അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു വീഡിയോയുമല്ല, ഒരു അവബോധം എന്നതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മുടെ ഇൻഫോ പാർക്കിലേക്ക്, നമ്മുടെ കരിമകൾ ബ്രഹ്മപുരം വഴിക്ക് ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന ഒരു മെയിൻ റോഡാണ് ഇത്. അവിടെ ചില കമ്പനികളുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഈ റോഡിൻ്റെ ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കരിമകൾ കഴിഞ്ഞിട്ട് ഏകദേശം നമ്മൾ ബ്രഹ്മപുരം ഒക്കെ ആകാറാകുന്ന ആ ഒരു ഭാഗം മുതൽ നമ്മുടെ ഇൻഫോ പാർക്ക് ഫേസ് 2ൻ്റെ അവിടം വരെയുള്ളൊരു സ്ഥിതി, അതായത് കിൻഫ്രയുടെ ആ പാലത്തിൻ്റെ അവിടം വരെയുള്ളൊരു അവസ്ഥയാണിത്. വളരെ ശോചനീയമായ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ദൃശ്യങ്ങൾ അതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ്. ഇതെടുത്ത് ചെയ്യാൻ വേണ്ടിയ കാരണം എന്ന് പറഞ്ഞാൽ, രാവിലെ ഏകദേശം ഒരു 6 മണി മുതൽ ഒരു 11 മണി വരെയും, വൈകുന്നേരം ഏകദേശം ഒരു 2:30-3 മണി ആ ഒരു സമയം മുതൽ ഒരു 6 മണി വരെ, അല്ലെങ്കിൽ ഒരു 7 മണി 7:30 ആ ഒരു ടൈം വരെ ഏറ്റവും അധികം ആളുകൾ ജോലിക്ക് ഇൻഫോ പാർക്കിലേക്ക് ജോലിക്ക് പോവുകയും അതിനുശേഷം തിരിച്ചു പോവുകയും ചെയ്യുന്ന ആ ഒരു വണ്ടിയാണ്. ആ സ്റ്റാഫിനെയൊക്കെയാണെങ്കിലും പിക്കപ്പ് ആൻഡ് ഡ്രോപ്പുമായിട്ട് ബന്ധപ്പെട്ടും, അതുപോലെ സമീപവാസികളായിട്ടുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും, കരിമോളിൽ നിന്നുള്ള ആളുകൾ നമ്മുടെ കാക്കനാട് ഭാഗത്തേക്കും ഇങ്ങനെയുള്ള ഭാഗങ്ങളിലേക്കും, കളമശ്ശേരി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഏരിയയിലേക്ക് സിവിൽ സ്റ്റേഷനിലേക്കൊക്കെ പോകാൻ വേണ്ടി ആശ്രയിക്കുന്ന റോഡാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു ഭാഗത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും അപകടമാണ്. കാരണം വളരെ വേഗത്തിൽ വരുന്ന വണ്ടികളാണ് അവിടെ വന്ന് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്യുകയും തൊട്ടുപുറകെ വരുന്ന വണ്ടികൾ വന്ന് ഇടിക്കാനുള്ള സാഹചര്യം. അതായത് അവിടെ ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ പല അപകടങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം തൊട്ടുപുറകെ വരുന്ന വണ്ടി വന്ന് ബ്രേക്ക് കിട്ടുക, മുന്നിൽ പോകുന്ന വണ്ടി ബ്രേക്ക് കിട്ടുക, തൊട്ടുപുറകെ വരുന്ന വണ്ടി വന്ന് ഇടിക്കുക, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ. വണ്ടിക്കൊക്കെ മാരകമായിട്ടുള്ള പണികളും ആ ഒരു കട്ടകളും കാരണം മൂലം അവിടെ ഉണ്ടാകുന്നുണ്ട്. അപകടങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ആ വഴിക്ക് വരുന്ന ആളുകൾ അതനുസരിച്ച് കരിമകൾ കഴിയുമ്പോൾ തൊട്ടേ സ്പീഡ് കൺട്രോൾ ചെയ്ത് വേണം വരാനായിട്ട്. ഇപ്പോൾ ഒരു കുറച്ച് നാളായതുകൊണ്ട് ആൾക്കാർക്ക് ഒരു ചെറിയ ബോധം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും മാക്സിമം ശ്രദ്ധിക്കുക. കാരണം ഈ കുഴികളെന്ന് പറഞ്ഞാൽ വളരെ വലിയ ഗർത്തം പോലെയുള്ള കുഴികളാണ്. ഈ കാണുന്നതൊക്കെ നമ്മൾ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും അതിൻ്റെ ആ ഒരു നല്ല രീതിയിലുള്ളൊരു ഗർത്തം അവിടെ ഉണ്ട്. കാരണം വണ്ടികൾ നമുക്ക് അത് അപകടം ഉണ്ടാകാൻ സാധ്യത എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തെത്തുകയും, അടുത്തെത്തുന്ന വണ്ടികൾ ഓപ്പോസിറ്റ് വരുന്ന ബസ്സായിരിക്കാം, ചിലപ്പോൾ KSRTCകളുണ്ട്, പ്രൈവറ്റ് ബസ്സുകളുണ്ട്, വലിയ തടി ലോറികളുണ്ട്, മിക്സിംഗ് യൂണിറ്റ് വാഹനങ്ങളുണ്ട്, എല്ലാത്തരം വാഹനങ്ങളും പാസ് ചെയ്തു പോകുന്ന വഴിയാണ്. വീതി തീരെ കുറവാണ്. അപ്പം തൊട്ട് മുന്നിൽ പോകുന്ന വണ്ടികൾ പെട്ടെന്ന് ബ്രേക്ക് ഇടുകയും പുറകെ പോയി ബ്രേക്ക് വിട്ട്, ഇപ്പോൾ ഈ കാണുന്ന കുഴിയൊക്കെ ഈ കഴിഞ്ഞ ദിവസം ചില ആളുകൾക്ക് എങ്കിലും കുറച്ചൊരു നല്ല മനുഷ്യത്വമുള്ളതിൻ്റെ പേരിൽ കുറച്ച് മണ്ണുകളൊക്കെ അവിടെ വെട്ടിയിട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത് വീണ്ടും ആ പഴയ സ്ഥിതിയിലേക്ക് തന്നെ ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പം ആ കുഴികളിൽ വന്ന് വീഴാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് മാത്രം ഈ വഴിക്കൂടെ വാഹനം ഓടിച്ചു പോകുക. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ വരുന്ന സ്കൂട്ടറുകളൊക്കെ അവിടെ സൈഡ് കൊടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഇവിടെയൊക്കെ ചില ഭാഗത്തൊക്കെ വെള്ളക്കെട്ടുള്ളതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ മഴയായി കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം നമ്മുടെ മുട്ടിൻ്റെ ലെവലിൽ തന്നെ വെള്ളം കെട്ടുന്ന ഭാഗങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞത്. ഈ ഭാഗങ്ങളിലേക്ക് മേളിലേക്ക് വരുന്ന ഭാഗം അല്ലാതെ. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് കുഴിയെപ്പറ്റി പുതിയ ആളുകൾ അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് ആദ്യമായിട്ട് പോകുന്ന ആളുകൾക്കൊക്കെ അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. നേരെ വന്ന് കുഴിയിലേക്ക് ചാടുക, സ്കിഡ് ചെയ്ത് മറിഞ്ഞ് വീഴുക, ഒരുപാട് ആളുകൾ. അപ്പോൾ ഞാനിത് പല ഭാഗത്തും ഞാൻ ഈ വഴിക്കൂടെ പാസ് ചെയ്യുമ്പോഴെല്ലാം കാണുന്ന ഒരു കാഴ്ചയാണ്. ഒന്നെങ്കിൽ സ്ത്രീകളടക്കമുള്ള ആളുകൾ വന്ന് അവിടെ നിന്ന് കുഴി വീണ് സ്കിഡ് ചെയ്ത് മറിഞ്ഞ് വീഴുക, കൂടെ ആളുകളും കാണും, ചിലപ്പോൾ കുട്ടികളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സാഹചര്യങ്ങൾ അവിടെയുണ്ട്. അപ്പം ഇത് എന്തുകൊണ്ടാണ് ഇത്രയും ഡിലേ വരുന്നത് കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. കാരണം അവിടെ പൈപ്പിട്ട് പോകുന്ന വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കാലതാമസം അവിടെ ഉണ്ടാകാതിരിക്കാം. അതായിരിക്കും ചിലപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ. അപ്പം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മളെങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി വണ്ടി ഓടിക്കുക. കാരണം ചില സമയങ്ങളിലൊക്കെ ഈ കുഴി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് വരുന്നൊരു നല്ല ടേണിങ്ങാണ്. നമ്മുടെ ബ്രഹ്മപുരം ആ ഒരു ഭാഗത്ത് നിന്ന് വരുമ്പം നമ്മുടെ കെൻറ്റ് ഒരു ഫ്ലാറ്റുണ്ട്. കെൻറ്റ് മഹൽ കഴിഞ്ഞ് വരുമ്പോൾ കാണുന്ന ഒരു വലിയ കട്ടിങ്ങാണത്. കാരണം അത് വളമായതുകൊണ്ട് അവിടെ നിന്ന് വരുന്ന വണ്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കാൻ പറ്റും. അവിടെ നിന്ന് വരുന്ന വണ്ടികൾക്ക് പെട്ടെന്നാണ് ഈ ഒരു കുഴി കാണുകയും ഓപ്പോസിറ്റ് ഒരു ബസ്സോ കാര്യങ്ങളോ വന്നാൽ വെട്ടിക്കുന്ന സാഹചര്യത്തിൽ ആ കുഴിയിലേക്ക് വീഴുകയും, അല്ലെങ്കിൽ ആ സൈഡ് ചേർന്ന് വരുമ്പോൾ ഇൻ്റർലോക്ക് കട്ടകളാണ്, ആ ഇൻ്റർലോക്ക് കട്ടയും മറിഞ്ഞ് നമ്മൾ താഴേക്ക് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വണ്ടി ഓടിച്ച് വരുമ്പം പ്രത്യേകം ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ വഴിക്ക് പോകുന്നവർ രണ്ട് രീതിയിൽ, അതായത് നമ്മൾ ഇൻഫോ പാർക്കിൻ്റെ ഫേസ് 2 കഴിഞ്ഞും നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും, അതായത് കരിമോളിയും തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴും ആ ഒരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആ രണ്ട് ഡയറക്ഷനിൽ വരുമ്പോഴും പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രം ഇതിലൂടെ വാഹനം ഓടിച്ച് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് ഒരു അപബോധത്തിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. കണ്ടോ, ആ കാറൊക്കെ പോയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് തുമ്പത്തിലാണ് പോയത്. സ്കൂട്ടറുകളും കാര്യങ്ങളൊക്കെ ഏകദേശം ആ വഴിക്കൂടെ വരുമ്പോൾ അതേ അവസ്ഥയാണ്. ഇപ്പോൾ ഈ സ്കൂട്ടറൊക്കെ വരും നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് മിസ്സായിട്ട് പോകുന്ന വണ്ടികളാണ്. കണ്ടോ,
അപ്പോൾ അത് ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ആ ഒരു വഴിക്ക്. കാരണം ഞാനിത് പ്രത്യേകം പറയുന്നതാണ്, ഏറ്റവും അധികം വണ്ടികൾ പാസ് ചെയ്ത് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പം ഒരു അപകടത്തിന് ചെയ്യുന്ന വീഡിയോ ആണ്. ഓക്കെ.